പെട്ടെന്ന് ഇതേ 2-3 താറാവ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാനും ഒന്ന് പെട്ടെന്ന് പേടിച്ചു, അത് അറ്റാക്ക് ചെയ്യുമോ എന്താ. ആ കറിവേപ്പിലയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്, ആ ഒരു കുഞ്ഞു പാക്കറ്റിന്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആരോഗ്യപരമായി നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ശരിക്കും ഞങ്ങൾ നടക്കുവാണ് കേട്ടോ. ഞങ്ങളല്ല, ഞാൻ മാത്രമേ നടക്കത്തുള്ളൂ. ഗോകു ഉണ്ണിയേട്ടനും കൂടി ഇതേ സൈക്കിളിൽ പോയി. കുറേ ഫ്രണ്ടിലായിട്ടാണ്, ഞാൻ ഏറ്റവും ബാക്കിൽ നടന്ന് പോവുക. കാരണം നമ്മൾ ബാക്കി ദിവസമൊന്നും എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ ദിവസം ഫ്രീ ആയിരുന്നു, സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് കരുതി ചെയ്യുവാണ് കേട്ടോ. അതുപോലെ കാണുന്നുണ്ടോ, ഇതാണ് കേട്ടോ ട്രാക്ക് ഇവിടുത്തെ, കണ്ടില്ലേ? ഈ ട്രെയിനിൽ കൂടെയാണ് ഗൈസ് ഞാൻ പോകുന്നത്. അവരവിടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുക, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഒത്തിരി വണ്ടികളൊക്കെ റോഡിലുണ്ട്, കാരണം ഇന്ന് സാറ്റർഡേ ആണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മൺഡേ ഒരു ബാങ്ക് ഹോളിഡേ ആണ് കേട്ടോ. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒത്തിരി ട്രാവൽ ചെയ്യാൻ തോന്നുന്നു. ഇതിവിടുത്തെ ഒരു അടിപൊളി വീടാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വീടാണ്. അതുപോലെ ഇത് വേറൊരു വീടാണ് കേട്ടോ. ആ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ കുറേ പൂക്കളും മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും ഇത് ഈ വഴിക്കൂടെയാണ്. ഇത് ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ ഗോകുൻ്റെ സ്കൂളിൽ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നുമല്ല, ഗോകുനെ സ്കൂളിൽ കൊണ്ട് വിടുന്ന സമയത്ത് ഞാനിവിടെ വരാറുണ്ട്. അപ്പോൾ അതെ ഈ വഴിയാണ് കേട്ടോ ഗോകുൻ്റെ സ്കൂളിൽ പോകുന്ന. ഞാൻ ഈ ഗൈസ് അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ മറന്നുപോയി. ഇനി മെയിൻ റോഡ് വന്നിട്ട് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുക, വണ്ടിയൊന്നും ഇല്ല നോക്കിയിട്ട് ക്രോസ് ചെയ്യുക. ഇപ്പോൾ വണ്ടിയൊന്നുമില്ല, അപ്പോൾ ഞാനിവിടെ ക്രോസ് ചെയ്യുകയാണ്. അയ്യോ. പിന്നെ നമ്മൾ ഇവിടുത്തെ റോഡുകളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എന്താ പറയുക, റോഡൊക്കെ അവർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ഫുട്പാത്തും കൂടെ ഉണ്ടാവും കേട്ടോ. അത് ആളുകൾക്ക് വേണ്ടിയിട്ട് ഫുട്പാത്തും പ്ലസ് നമുക്ക് ഒരു സൈക്കിൾ പാത്തും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ ചില റോഡ്സിനെ അങ്ങനെ ഉണ്ടാവുള്ളൂ സെപ്പറേറ്റ് ആയിട്ട്. പക്ഷെ ഇവിടെ ഫുട്പാത്തും സൈക്കിൾ പാത്തും ഒക്കെ ഒന്നാണ് കേട്ടോ. എന്ത് പറ്റി കോക്കോ, കളർന്നോ? അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടുത്തെ ഓപ്പൺ സ്പേസിലേക്ക് കയറിയേക്കുവാണ് കേട്ടോ. ഈ ഓപ്പൺ സ്പേസിൽ പോണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നേ കാണിച്ചപ്പോഴത്തേനും ഈ എന്താ പറയുക, പോണ്ട് ശരിക്കും പറയുക ഫ്രോസൺ ആയിട്ടാണ് കേട്ടോ ഇരുന്നത്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് സമ്മറൊക്കെ വന്നപ്പോഴത്തേനും. അപ്പോൾ അതേ പുഴയുടെ തീരത്ത് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് ബുക്ക് വായിക്കുകയാണ് കേട്ടോ. എന്തൊരു വൈബാന്ന് നോക്കിക്കേ. അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, അവിടെ കുറേ ഗൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കാൻ എന്ത് രസമാണെന്നറിയാം. ഫോട്ടോഗ്രാഫേഴ്സ് കുറച്ച് അപ്പന്മാരും ഒക്കെ പോകുന്നു. ഇവരെന്താണോ ഗൂസിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതാന്ന് തോന്നുന്നു. ആഹാ, കൊള്ളാലോ. അതെ ഗൈസ്, വിചാരിച്ച പോലെ മുന്നേ ഈ ഗൂസാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഗൂസ് മറ്റേ കുഞ്ഞ് സാന്താ താറാവ് പോലത്തെ ദേശാടൻ പക്ഷിയില്ല. അപ്പോൾ പലയിടത്തു നിന്നും പറന്ന് ഒരു സീസൺ ആകുമ്പോൾ ഓരോ സ്ഥലത്ത് വന്ന് സ്റ്റേ ചെയ്തിട്ട് പറന്ന് പോകും. അങ്ങനെ കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇവിടെ കേട്ടോ. ഇത് ഭയങ്കര ഹൈറ്റ്. ഇത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ മുന്നേ വന്നപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെന്ന്. നമ്മുടെ നാട്ടിലൊന്നും അധികം കണ്ടുവരാത്ത സംഭവങ്ങളല്ല ഇങ്ങനെ താറാവ്. അതായത് ആർക്കും വേണ്ടത്, ആരുടെയെങ്കിലും അല്ല. പക്ഷെ ഇത് എവിടെ നിന്ന് പറന്നു വന്ന് ഇവിടെ വന്നിരിക്കുന്ന താറാവ് കേട്ടോ. ആരും അതിന് എന്താ ഹേർട്ട് ചെയ്യുക ഒന്നുമില്ല. അവരിങ്ങനെ അയാൾ എന്തിൻ്റെയോ, എനിക്ക് തോന്നുന്നു ഈ വലിയ ഗൂസിൻ്റെ ആണോ ആ കുട്ടി ഗൂസിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി അതിൻ്റെ ഇടയിൽ കണ്ടോ, ആ പൂക്കളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. അതിൻ്റെ അടുത്ത് അപ്പോഴുണ്ട് എനിക്കൊരു ആഗ്രഹം, ഗോകുൻ്റെ സൈക്കിളൊന്ന് ഓടിച്ചു നോക്കാമെന്ന്. അങ്ങനെ ഗോകുൻ്റെ സൈക്കിൾ ഞാൻ തട്ടിപ്പറിച്ച് ഓടിക്കുകയാണ് ഗൈസ്. ഗോകുൻ്റെ സൈക്കിൾ ഓടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, വീഴത്തില്ല, കാലൊക്കെ പെട്ടെന്ന് നമുക്ക് നിലത്ത് കുത്താൻ പറ്റും. അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോഴുണ്ട് ഒരു അച്ഛനും മകനും കൂടെ അവിടെ ഗൂസിനൊക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇതേ 2-3 താറാവ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാനും ഒന്ന് പെട്ടെന്ന് പേടിച്ചു, അത് അറ്റാക്ക് ചെയ്യുമോ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ അത് ഫുഡിനാണ് ശരിക്കും വന്നത്. എന്നിട്ട് അവർ ഫുഡ് എറിഞ്ഞു കൊടുത്തപ്പോഴത്തേനും അത് കുറച്ചങ്ങോട്ട് ബാക്കിലോട്ട് പോയി കേട്ടോ. അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഇതെല്ലാം കൂടെ കയറി ഇങ്ങനെ അടുത്ത് വരുമെന്ന്. ആ കുഞ്ഞിൻ്റെ അത്രത്തോളം പൊക്കമുണ്ട് ആ താറാവിന് ശരിക്കും പറഞ്ഞാൽ. വേറൊരു കാഴ്ചയാണ് ഗൈസ്, ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് വൈബ് ചെയ്യാണ് കേട്ടോ. അതും പാട്ടൊക്കെ കേട്ട്, റേഡിയോ അപ്പൂപ്പൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അത് പാട്ടൊക്കെ കേട്ട് വെയിലത്തിരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യുക കേട്ടോ.
ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷ്വൽസൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പദയാത്രയും സൈക്കിൾ യാത്രയും ഞങ്ങളുടെ ഇവിടുത്തെ ജംഗ്ഷനിലെത്തിയേക്കുവാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബ്രെൻവുഡ് ടൗൺ. ബ്രെൻവുഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇതെന്താ ശരിക്കും? പക്ഷെ എന്തെങ്കിലും എഴുതിയെങ്കിലും വെക്കണ്ടല്ലേ? പൈപ്പ് എനിക്ക് ക്ലോസ് ചെയ്തു തോന്നുന്നു. അമ്പലം പോലെ ഉണ്ടല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ ടൗണിൽ വീക്കെൻഡ്സിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന മാർക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ വേറൊരു മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ സെയിം ഡിറ്റോ തന്നെ, പക്ഷേ ഇത് കുഞ്ഞു മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബ്രെഡും ഒക്കെ അവൈലബിൾ. ഇതൊക്കെ ഹോം മെയ്ഡ് ബ്രെഡാണ് കേട്ടോ. അതിലൊരെണ്ണം ഞാൻ മേടിച്ചായിരുന്നു. പിന്നെ പ്ലസ് ഞാൻ ഗൂഗുവിനൊരു ചോക്ലേറ്റ് ബ്രെഡും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, ചോക്ലേറ്റ് ബ്രെഡ് അല്ല, ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ഗോഗു ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഫാനാണ്. അപ്പോൾ റീസണബിൾ പ്രൈസിന് തന്നെയാണ് പുള്ളിക്കാരൻ വിൽക്കുന്നത് കേട്ടോ. എല്ലാ ടൈപ്പിലെ ബ്രെഡും കണ്ടോ, വലിയ ബ്രെഡ്സൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഉള്ളവർ അങ്ങനെ വലുതായിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എന്തെങ്കിലും സ്പ്രെഡൊക്കെ തേച്ചിട്ട് കഴിക്കും കേട്ടോ. അതേ ഗോഗു എനിക്ക് ഇച്ചിരി കേക്കൊക്കെ തരുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയ്ക്കൊരു സ്പഞ്ചിനെസ് ഇല്ല. എന്നാലും ഓക്കെ. ദേ അവിടെ കണ്ടോ കുറേ ഫ്ലവേഴ്സൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. ഇത് വീക്കെൻഡ്സിൽ മാത്രം ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് അവരെ ഒരു ലോറിയിൽ കയറ്റിയിട്ട് തിരിച്ച് കൊണ്ടുപോകും കേട്ടോ. കുഞ്ഞു പോട്ടിലായിട്ട് പല കളേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള അതായത് ഇന്ത്യൻസിന് ആവശ്യമുള്ള ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടായിരുന്നു ഗൈസ്. കറിവേപ്പില എനിക്കൊന്ന് മുന്നേ ഒന്നും വന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇന്ത്യക്കാരൊക്കെ അവിടെ അടുത്തൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. പക്ഷെ ഈ ഷോപ്പ് നടത്തുന്നത് പക്ക ഇംഗ്ലീഷുകാരാണ് കേട്ടോ. അവർക്കറിയാം ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും വെണ്ടയ്ക്കയും പിന്നെ ജിഞ്ചറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാരിപ്പെറുക്കി എടുക്കുകയാണ് ഗൈസ്. ആ കറിവേപ്പിലയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ആ ഒരു കുഞ്ഞു പാക്കറ്റിന് 1 പൗണ്ട്. 1 പൗണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 100 രൂപയാണ് ഗൈസ്. അത് ഞാൻ ഒരെണ്ണം മേടിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് കറിവേപ്പില പാക്ക് തീർന്നു പോയി. അപ്പോൾ ഞാനത് ഒരെണ്ണം മേടിച്ചായിരുന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ മാർക്കറ്റിൽ, അത് വീക്കെൻഡ് മാർക്കറ്റിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുത്തെ അപ്പൂപ്പന്മാരൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അത് വേണോ ഡാർലിങ്, ഇത് വേണോ ഡാർലിങ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ. അതുപോലെയല്ല അവർക്ക് അറിയാം ചില സ്പൈസ്. ഒരു ചേച്ചി നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ ബ്രെഡ്സ് കണ്ടോ. അപ്പോൾ കം ടു ദ പോയിന്റ്, ഈ ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ ഏഷ്യക്കാരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഗൈസ്. അതുപോലെ തന്നെ കുറച്ച് സെക്കൻഡ് ഹാൻഡ് വാച്ചസും നമ്മുടെ ഗോൾഡും ഒക്കെ വിൽക്കുന്ന ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. റോളക്സിൻ്റെ വാച്ചും അടിപൊളി ഡയമണ്ട് നെക്ലേസും നമ്മുടെ റിങ്ങും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അത് തൊട്ടടുത്തുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ശരിക്കും പറയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്യുവർ ഗോൾഡൊന്നും അല്ല, വെറുതെ ഒരു 9 ക്യാരറ്റ് 18 ക്യാരറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടൊരു കാഴ്ചയാണ് കുറച്ച് റൈഡേഴ്സ് ഹാർലി ഡേവിഡ്സണിൽ വന്ന് നിന്ന് കുറച്ച് അമ്മൂമ്മമാരുമായിട്ടൊക്കെ ആയിട്ട് സംസാരിക്കുക കേട്ടോ. അമ്മൂമ്മമാർക്കൊക്കെ വിൻറ്റേജ് കാസിനോട് ഇതുപോലെ ബൈക്കിനോടൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്ക്. എന്തായാലും നടക്കാൻ ഇറങ്ങിയതല്ലേ, അപ്പോൾ ഒരു ബോട്ടിൽ പാല് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുവാണ് ഗൈസ്. പക്ഷെ പാല് മേടിക്കാൻ പോയിട്ട് ഞങ്ങളൊരു കൊട്ട സാധനമായിട്ടാണ് പുറത്തിറങ്ങിയത് മാത്രം. ഇങ്ങ് UK-യിലും കുറേ എലികളുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എലി ട്രാപ്പ്, നമ്മുടെ റാറ്റിനെ പിടിക്കുന്ന ട്രാപ്പൊക്കെ ഉണ്ട്. കുഞ്ഞു ട്രാപ്പ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ചെരുപ്പ് ഇരിപ്പുണ്ട് കേട്ടോ. പാത്രത്തിൻ്റെ മേളിൽ ആരോ കൊണ്ട് ചെരുപ്പ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനല്ല കേട്ടോ എന്തായാലും. ഇതൊക്കെ ഓരോ ബോട്ടിലാണ് കേട്ടോ, നമുക്ക് വാട്ടർ നിറയ്ക്കാൻ. പിന്നെ ഇത് ഭംഗിയുള്ള നമ്മുടെ കട്ട്ലറീസാണ്, ഗോൾഡൻ കട്ട്ലറീസ്. ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ള ഒരു അടിപൊളി സാധനമാണ് ഗൈസ് അത്. പിന്നെ ഇതൊക്കെ സോസ് പാൻസ് ആണ് കേട്ടോ. കുറേ സോസ് പാൻ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് കുറച്ച് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞ് മേടിക്കാം.
പിന്നെ ദേ ഈ സാധനം ഇത് എന്തെങ്കിലും നമുക്കിങ്ങനെ പഞ്ചസാര ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സംഭവം. ഇത് നമുക്ക് വാട്ടർ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ചെടിക്ക് ഒഴിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പോഴുണ്ട് ഗോകുന് ഇതേ ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഡാഡ്സ് ബിയർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലാണ് അവൻ ഇനി കോയിൻ ഇടാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ആ സാധനം അവൻ കൈക്കലാക്കി ഗൈസ്. ഞാൻ ദേ വേറൊരു സാധനം എടുത്തു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയുടെ ഇതില്ലേ ആ ഗ്രില്ലിലൊക്കെ നമുക്കിങ്ങനെ കോർത്ത് അതിൻ്റെ അകത്ത് ഇടാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ചെടിയൊക്കെ നടാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്രയും എടുത്തോളൂ ഗായ്സ്. ഒരു പാൽ മേടിക്കാൻ കയറിയത് ഇപ്പോൾ ഒരു കൊട്ട സാധനമായി. ദേ ഇവിടെ ഞങ്ങൾ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ദേ ഗൈസ്, അപ്പൂപ്പനും രാജപാളയം പട്ടിക്കുട്ടിയും കൂടെ പോകുന്നു. പക്ഷേ ഇത് ശരിക്കും രാജപാളയം പട്ടിക്കുട്ടി അല്ല, ഇതിൻ്റെ പേര് ഇറ്റാലിയൻ ഗ്രേ ഹൗണ്ട് എന്നാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഫഹദ് ഫാസിലിൻ്റെ മറ്റേ ഫിലിമില്ലേ മാമൻ എന്ന് പറഞ്ഞിട്ട്, ആ ഫിലിമിലെ പട്ടിക്കുട്ടി എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് മറക്കാതെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഗോകുവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ എന്താ പറയുക തരുന്ന മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെയാണ് ശരിക്കും എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു എനർജി തരുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പഴയ വീഡിയോസൊക്കെ കുറേ മിസ്സായിട്ടുണ്ടെങ്കിൽ പോയി കാണണം. പിന്നെന്താ കമൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ എന്താ പറയുക, മറക്കാത്ത എല്ലാവരും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ച.